ഖുർആൻ ചരിത്ര സമ്മേളനത്തിലെ ഒന്നാമത്തെ പ്രബന്ധം ഖുർആനിലെ പ്രവാചക ചരിത്രം സൗന്ദര്യവും മിതത്വവും അവതരിപ്പിക്കുന്നതിന് വേണ്ടി നസീറുദ്ദീൻ റഹ്മാനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഖസ്സ ലിഇബാദിഹിൽ ഖസസ ഇബ്റതൻ വതസ്ബീത. الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، وقال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, പരിശുദ്ധ ഖുർആൻ അതിലെ പ്രവാചക ചരിത്രം, ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരുടെ ചരിത്രത്തിൻ്റെ ആഖ്യാനം, അതിൻ്റെ മിതത്വവും സൗന്ദര്യവുമാണ് ചുരുങ്ങിയ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ചരിത്ര പണ്ഡിതന്മാർക്ക് അവരുടെ ഹൃദയം കവരുന്ന രൂപത്തിലുള്ള മനോഹരമായ ശൈലിയും ആകർഷകമായ ഘടനയും അഴകാർന്ന ഭാവനയുമാണ്. ഇതെല്ലാം ചരിത്രകാരന്മാരുടെ മനം കവരുന്ന, ഹൃദയം കവരുന്ന അവതരണ രീതിയാണ്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ചരിത്ര ആഖ്യാനത്തിന് കൃത്യമായ ഒരു മാർഗം, വേർതിരിയുന്ന വ്യതിരക്തമായ ഒരു മാർഗം അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ ചരിത്ര ആഖ്യാനങ്ങൾ അത് കേവലം ഒരു ചരിത്രത്തെ വിശദീകരിക്കാനായിരുന്നില്ല, മറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഗുണപാഠങ്ങളും മൂല്യങ്ങളും അതേറ്റവും ശക്തമായ രൂപത്തിൽ അനുവാചകരുടെ ഹൃദയത്തിൽ എത്തിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ചരിത്ര ആഖ്യാനം. അതോടൊപ്പം തന്നെ ഏതു തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും, ഏതു തരം വിഷമഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വരുമ്പോഴും അതിനെല്ലാം ശക്തമായ പിന്തുണ നൽകുകയും അതിന് മനസ്സും ശരീരവും പാകപ്പെടുത്തിയെടുക്കാൻ വിശ്വാസികൾക്ക് പ്രചോദനമേകുകയും ചെയ്യുന്ന ഇബ്റത്തും തസ്ബീത്തുമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ചരിത്ര ആഖ്യാനം. അതുകൊണ്ട് തന്നെ സാധാരണ ചരിത്രം പറയുന്നത് പോലെ ഒരു സംഭവത്തിൻ്റെ എ മുതൽ സെഡ് വരെ വലിച്ചുവാരി വിശദീകരിക്കുന്ന രൂപം പരിശുദ്ധ ഖുർആനിലില്ല. വളരെ വിശാലമായി വിശദീകരിക്കപ്പെട്ട ചരിത്രങ്ങൾ പോലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിവിടെ പ്രതിപാദന വിഷയമായി വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള മൂസാ നബിയുടെ ചരിത്രം പോലും ആ ചരിത്രത്തിന് വിശാലതയുള്ളപ്പോൾ തന്നെയും കൃത്യമായൊരു മിതത്വം കാണാം. നമുക്ക് ആവശ്യമാകുന്നിടത്ത് ആവശ്യമായ രൂപത്തിൽ മാത്രമാണ് അതിൻ്റെ ഇടപെടലെന്നും ആ ചരിത്രം പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അവിടെയെല്ലാം മുസ്ലിം സമുദായത്തിന് ശക്തമായ ഒരു ഗുണപാഠം, ഒരു ഇബ്റത്ത്, അതോടൊപ്പം തന്നെ അവർക്ക് പരിശുദ്ധ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ ആവശ്യമായ ശക്തമായ പ്രചോദനം അതിൽ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ ആഖ്യാന ശൈലി അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ
ഖസസുകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തെ വിശാലമായി അവതരിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ഏറ്റവും മൂല്യവത്തായ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ചുരുക്കവും മിതത്വവും ഖുർആൻ പാലിച്ചത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇളതൻ വദിക്റാ ലിൽമുഅ്മിനീൻ. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നാം ഇതാ വിശദീകരിച്ചു തരികയാണ്, നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. മാ നുസബ്ബിതു ബിഹി ഫുആദക്, നിനക്ക് അഥവാ നിന്റെ ഹൃദയത്തിന് ശക്തമായ സ്ഥൈര്യം നൽകുന്നതും അതോടൊപ്പം തന്നെ വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സത്യരൂപത്തിൽ ഇത് നിനക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മൗഇളതൻ വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വേണ്ടുന്നൊരു സതുപദേശവും ഉത്ബോധനവും അതാ നിനക്ക് വന്നു കിട്ടിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ചരിത്രാഖ്യാനത്തിൽ ഖുർആനിൻ്റെ കൃത്യമായ രൂപം ഏതാണ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതിലൊന്ന്, വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിന് സ്ഥൈര്യം നൽകുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് സ്ഥിരത കൊടുക്കുക, സ്ഥൈര്യം കൊടുക്കുക എന്നത് ചരിത്രാഖ്യാനത്തിൽ ഏറ്റവും ശക്തമായ വിഷയമാണ് എന്ന് ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനവുമായി കടന്നു വന്ന ആദ്യ നാളുകളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പരീക്ഷിക്കപ്പെട്ടു. മക്കയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പ്രവാചകനെ കൊണ്ടെത്തിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോവുകയാണ്. തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കാൻ ആവശ്യവുമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പ്രവാചകൻ പോവുകയാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കപ്പെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു. ഈ ഏറ്റവും ദാരുണമായൊരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്ന ചരിത്രത്തിൻ്റെ ആഖ്യാനത്തിലെ ചില വചനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ ജാലൂത്ത് രാജാവിനെതിരെ നടത്തിയ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായും അതോടൊപ്പം തന്നെ മിതത്വം പാലിച്ചുകൊണ്ടും ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ഖുർആനിൻ്റെ ഒരു അവതരണം കാണാം. ആ പരിശുദ്ധ ഖുർആനിൻ്റെ വാചകങ്ങൾ പരിശോധിച്ചാലറിയാം, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് പറയപ്പെടുന്ന ആ മഹാനായ പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ കടന്നുവരൽ ഖുർആനിൻ്റെ ചരിത്ര ആഖ്യാനം പരിശോധിച്ചാൽ വളരെ വിസ്മയാവഹമായിട്ടാണ് ഖുർആൻ അത് അവതരിപ്പിച്ചത് കാണാൻ കഴിയും. നിങ്ങൾക്കറിയുമോ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും അതുവരെ ഖുർആൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാൻ അള്ളാഹു എടുത്തു ധരിക്കുന്ന ചരിത്രത്തിൽ ജാലൂത്ത് രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന താലൂത്തിൻ്റെ സൈന്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാർ രണ്ടുപേരും പോകുമ്പോൾ മാതാവ് പറഞ്ഞതാണ്, ദാവൂദേ കൂടെ പോ, നിന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാമല്ലോ. അങ്ങനെ ജ്യേഷ്ഠന്മാരുടെ കൂടെ കൂടിയതാണ് ദാവൂദ്. അദ്ദേഹം യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ ജാലൂത്ത് രാജാവിൻ്റെ ശക്തമായ അദ്ദേഹത്തിൻ്റെ രണഭേരിയും അതോടൊപ്പം തന്നെ അവകാശവാദങ്ങളുമൊക്കെ കേട്ടപ്പോൾ, ചെറിയ കുട്ടി, 17 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ആ ചെറിയ പ്രായത്തിലുള്ള കുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ജാലൂത്തിനെതിരെ ശക്തമായ യുദ്ധത്തിന് വരാം. അപ്പോൾ ത്വാലൂത്ത് രാജാവ് ചോദിച്ചു, അല്ല നീ എങ്ങനെയാണ്, ചെറിയ കുട്ടിയല്ലേ, ചെറിയ മോനല്ലേ നീ എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആടിനെ മേയ്ക്കുന്നയാളാണ്,
എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചവണ കണ്ടോ? ഹിംസ്രജീവികൾ വരെ എൻ്റെ ആടിനെ ആക്രമിക്കാൻ വന്നാൽ അതിനെ ശക്തമായി നേരിട്ട ധൈര്യം എനിക്കുണ്ട്, ഞാൻ ചെയ്തു കാണിച്ചു തരാം. അങ്ങനെയാണ് ത്വാലൂത്ത് രാജാവ് ദാവൂദ് എന്ന ചെറിയ 17 വയസ്സുള്ളൊരു കുട്ടിയെ മുന്നിലേക്ക് ഇറക്കി വിടുന്നു. ആ ജാലൂത്ത് രാജാവ് ഈ ദാവൂദിനെ കണ്ടിട്ട് അത്ഭുതം കൂറി ചോദിച്ചു, എന്താ നീ ഈ ചെറിയ കുട്ടി എന്തിനാണ് ഇവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാ കണ്ടോളൂ. തൻ്റെ കയ്യിലിരിക്കുന്ന ചവണയെടുത്ത് അതിലേക്കൊരു കല്ല് വെച്ച് നീട്ടി വലിച്ചൊരൊറ്റയേറ് ശക്തമായി ജാലൂത്തിന്റെ ശരീരത്തിൽ അത് പ്രഹരമേൽപ്പിച്ച് അയാൾ മരിച്ചു വീഴുന്നു. അത് കണ്ട് ജാലൂത്തിന്റെ സൈന്യം അമ്പരന്നോടുകയാണ്. ഈ ഒരു സംഭവം ഖുർആൻ വിശദീകരിച്ചത് ഒരു ചെറിയ വാചകം, വഖതല ദാവൂദു ജാലൂത. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ജാലൂത്തിനെ ദാവൂദ് കൊന്നുകളഞ്ഞു. വിശാലമായ ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ മേഖല അള്ളാഹുവിൻ്റെ പ്രവാചകന് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു കൊടുത്തിട്ട് ഖുർആൻ ശേഷം പറഞ്ഞ വിഷയം എന്താ അറിയോ? അതോടൊപ്പം തന്നെ ഖുർആൻ അവിടുത്തെ ജനങ്ങൾ വിശ്വാസികൾ പറഞ്ഞൊരു വാക്കുകൂടി അതിലേക്ക് ചേർത്ത് വെച്ചു. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഖലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറു സംഘങ്ങളാണ് വമ്പിച്ച സംഘങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. ഈ സുന്ദരമായ കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് കടന്നുപോയ ദാവൂദ് നബിയുടെ രംഗപ്രവേശനത്തിന് വേദിയായ താലൂത്ത് രാജാവിൻ്റെ സൈന്യവിത്ത് വിശദീകരിക്കുന്ന ഖുർആൻ അതാ ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ നിന്ന് പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചു വരുന്ന പ്രവാചകന്റെ ഹൃദയത്തിന് നിന്റെ ഹൃദയത്തിന് സ്ഥിരത നൽകുന്ന, സ്ഥൈര്യം നൽകുന്നതാണ് ഈ ഖസസ്. അത്ര ചുരുക്കി മതി, വിശാലമായി A to Z വിശദീകരിക്കേണ്ടതില്ല. വളരെ നിർണായകമായ പോയിന്റ്, വളരെ ആവശ്യമായ കാര്യം മാത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ ശക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വകുല്ലു അഖ്ബാരിൻ നഖുസുഹാ അലൈക മിൻ അംബാഇർ റുസുൽ മുതഖദ്ദിമീൻ ഖബലക മഅ ഉമമിഹിം വകൈഫ ജറാ ലഹും മിനൽ മഹജ്ജാത് വൽ ഖുസൂമാത് وما احتمله الأنبياء من التكذيب والأذى وكيف نصر الله حزبه المؤمنين وخذل أعداءه الكافرين كل هذا مما نثبت به فؤادك يا محمد أي قلبك ليكون لك بمن مضى من إخوانك من المرسلين أسوة. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതിൻ്റെ വിശദീകരണം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞുപോയ ഉമ്മമുകളുടെ ചരിത്രങ്ങൾ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് നാം വിവരിച്ചു തരുന്നത് നബിയെ നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യമുണ്ടാകാനാണ്. ഈ ശക്തമായ പരീക്ഷണങ്ങളുടെ മുന്നിൽ തീച്ചൂളയിൽ അടിയുറച്ചു നിന്ന കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങളുടെ മുന്നിൽ നാം എടുത്തു വെക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരമായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ള ചരിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് 12-ാം അധ്യായത്തിലെ സൂറത്ത് യൂസുഫ്. അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ കാണാം, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ وإن كنت من قبله لمن الغافلين نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن. നിനക്ക് ഈ ഖുർആൻ ബോധനം നൽകിയത് വഴി ഏറ്റവും നല്ല ചരിത്ര വിവരണമാണ് നാം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വഇൻ കുന്ത മിൻ ഖബലിഹി ലമിനൽ ഗാഫിലീൻ. തീർച്ചയായും ഇതിനു മുമ്പ് നീ അതിനെപ്പറ്റി ബോധമില്ലാത്തവനായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ച് പ്രവാചക നിനക്കൊന്നും അറിയില്ലായിരുന്നു. ഇതാ അത് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ, ഏറ്റവും ഭംഗിയായ ഘടനയിൽ, ഏറ്റവും മഴകാർന്ന രൂപത്തിൽ ഇതാ നിങ്ങൾക്ക് വിവരിക്കപ്പെടുകയാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് എടുത്ത് വായിക്കുന്ന ഒരാൾ, അയാൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണെങ്കിൽ, അയാൾ ഒരു കഥാപുരുഷനാണെങ്കിൽ, അയാളുടെ മുന്നിൽ ഏറ്റവും ഭംഗിയായ ആഖ്യാന ശൈലിയാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ തുടക്കം പോലും ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങി കഥ തുടങ്ങിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ മേഖലയിലൂടെ മാത്രം സഞ്ചരിച്ച് വളരെ ലളിതമായും ഏറ്റവും സുന്ദരമായും അതോടൊപ്പം തന്നെ മിതത്വം പാലിച്ചുകൊണ്ടുമുള്ള ഖുർആനിൻ്റെ സുന്ദരമായ ആഖ്യാനം അതവസാനിക്കുന്നത് സൂറത്ത് യൂസുഫിൻ്റെ അവസാനം 111-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് ما كان حديثا يفترى ولكن تصديق الذي بين يديه
وتفصيل كل شيء وهدى ورحمة لقوم يؤمنون لقد كان في قصصهم عبرة لأولي الألباب ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ ചരിത്രത്തെ നോക്കിക്കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇബറത്തൻ, അവർക്ക് ഗുണപാഠമുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് കൃത്യമായ ഒരു ഗുണപാഠം ആ ചരിത്രത്തിൻ്റെ ഓരോ മേഖലയിലും തൊട്ടറിയേണ്ടതുണ്ട്. ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. അത് എൻ്റെ ചേട്ടന്മാരുടെ അസൂയയിൽ കുടുങ്ങിപ്പോയ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയ കുട്ടിയായിരിക്കെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവിടുന്ന് ആരാലും രക്ഷിക്കപ്പെടാനില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു യാത്രാ സംഘത്തിൻ്റെ വഴിതിരിച്ചു വിടുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ സുന്ദരമായ ശൈലി വായിക്കുന്നവർക്കറിയാം. അതിങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ആ പൊട്ടക്കിണറ്റിലേക്ക് അവരുടെ കപ്പിയും അവരുടെ വെള്ളം കോരാനുള്ള പാത്രം അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അതിലേക്ക് കടന്നു വരുന്ന കുട്ടിയെ കണ്ട് അത്ഭുതപ്പെടുമ്പോൾ, പിന്നീട് ഈജിപ്തിലെ അടിമച്ചന്തയിൽ അത് വിൽക്കപ്പെടുമ്പോൾ, പിന്നീട് രാജകൊട്ടാരത്തിലേക്ക് മാറുമ്പോൾ, പിന്നീട് രാജകൊട്ടാരത്തിലെ ആ സ്ത്രീയുടെ അപമര്യാദയുള്ള പ്രവർത്തനത്തിൽ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നു, ജയിലിലേക്ക് അയക്കപ്പെടുന്നു. ആ ജയിലിൽ നിന്ന് പിന്നീട് ഈജിപ്തിൻ്റെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായി കടന്നു വരുന്ന കാലഘട്ടം, ആ സന്ദർഭം, അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുന്നിലെത്തുന്നതും സഹോദരങ്ങൾ മുന്നിലെത്തുന്നതുമുള്ള സുന്ദരമായ ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായ പോയിന്റുകൾ മാത്രം അടക്കി വെച്ച 12-ാം അധ്യായം കഥാകഥനത്തിൻ്റെ സൗന്ദര്യം മുഴുവനും ആവിഷ്കരിച്ചിരിക്കുന്ന സുന്ദരമായ മേഖലയായി നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഓരോന്നിലും കൃത്യമായ ഇബറത്തുണ്ട്, ഓരോന്നിലും വ്യക്തമായ ഗുണപാഠമുണ്ട്. ഈ 12-ാം അധ്യായം വായിക്കുന്ന ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിൽ ഇതൊരു വലിയ സംഭവമാണ്. അതെ, പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ QHLS സംഗമം നടക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും ഏറെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ മുസ്ലിം ഉമ്മത്ത് കടന്നു പോകുമ്പോൾ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ ചരിത്രാഖ്യാനം, അതിൻ്റെ സുന്ദരമായ അവതരണം അതൊന്ന് വായിച്ചാൽ വല്ലാത്ത തസ്ബീത്ത്, വല്ലാത്ത ഇബറത്ത് ആ ചരിത്രാഖ്യാനത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ യൂസുഫ് നബിക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളെ സുന്ദരമായ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാരണം ഖുർആനിൻ്റെ അവതരണം, ഖുർആനിൻ്റെ ആഖ്യാനം അത് കഥകൾ പറയുമ്പോൾ പൊടുപ്പും തൊങ്കലും വെച്ചുള്ള സംസാരമല്ല, ഏറ്റവും നിർണായകവും ഏറ്റവും സത്യസന്ധവുമായ രൂപത്തിലുള്ള അവതരണം മാത്രം. ഏറ്റവും ശരിയായ അത്ഭുതം കൂറിയിട്ടുണ്ട് ബനു ഇസ്രായേലുകൾ മഹാനായ ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഖുർആൻ ഒറ്റ പ്രയോഗമാണ്. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ മകനാണെന്ന് ജൂതന്മാർ പറഞ്ഞു എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ജൂതന്മാർ. എന്തുകൊണ്ടാണെന്നറിയോ? അതുവരെ ഉസൈർ എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള സജീവ ചർച്ച അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈജിപ്തിലേക്ക് കടന്നു വന്ന കാലഘട്ടം മുതൽ മാത്രമാണ് ഉസൈർ എന്ന പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്രം കടന്നു വരുന്നത് എന്നാണ്. ഏറ്റവും സത്യസന്ധമായ രൂപത്തിലുള്ള ഖുർആനിന്റെ അവതരണം അള്ളാഹു പറഞ്ഞു. സൂറത്ത് കഹ്ഫിന്റെ 13-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അതെ, അവരുടെ വൃത്താന്തം നിങ്ങൾക്ക് സത്യസന്ധമായ രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ ഇതാ നിങ്ങളോട് വിവരിച്ചു തരുന്നു നാം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീഥ, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ വർത്തമാനം ആരാണ് പറയുന്നത്? ഏറ്റവും സത്യസന്ധമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചു. ഇന്ന ഹാദൽ ഖുർആന യഖുസ്സു അലാ ബനി ഇസ്രായീല അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇസ്രായേൽ സന്തതികൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ മിക്കതും ഈ ഖുർആൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. അഭിപ്രായ ഭിന്നതയിൽ വീണുപോയെടുത്ത് കൃത്യമായ മാർഗദർശനം, ഖുർആനിന്റെ ചരിത്രാഖ്യാനം ഏറ്റവും കൃത്യതയാർന്ന രൂപത്തിൽ, അതേ, ഹിസ്റ്റോറിക്കൽ ആക്യുറസി 100% ഉള്ള ഒരു വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുകയാണ്. അതിൻ്റെ ആഖ്യാന ശൈലിയോ ആളുകൾക്ക് ഏറ്റവും ഉന്നതമായി മനസ്സിലാക്കാൻ കഴിയുന്നതും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഈ ചരിത്ര ആഖ്യാനത്തിൻ്റെ മറ്റൊരു രൂപമാണ് അതിങ്ങനെ ഇടക്കിടക്ക് ആവർത്തിച്ചു കൊണ്ടുവരിക എന്നത്. അതൊരു വല്ലാത്ത അവതരണമാണ്. ഏറ്റവും ഭംഗിയായ അവതരണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആനിലെ കഥാകഥനങ്ങളെ
അടിക്കടി ആവർത്തിച്ചു വരുന്നത് കാണാൻ കഴിയും. പല രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടത് കാണാം. മൂസാ നബിയുടെ ചരിത്രം തന്നെ ഖുർആനിലെ വിവിധ സ്ഥലങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷേ ഓരോന്നും പ്രത്യേകമായ രൂപത്തിൽ എന്തൊരു അത്ഭുതമാണ്, എന്തൊരു ഭംഗിയാണ് അതിൻ്റെ പ്രയോഗം. അവിടേക്ക് ആവശ്യമായ രൂപത്തിൽ അത് വീണ്ടും കൊണ്ടുവരുന്നു. അനുവാചകന് യാതൊരുവിധ വിരസതയുമില്ലാത്ത രൂപത്തിൽ, വായിക്കുന്ന ആൾക്ക് അതല്ല ഇത് നേരത്തെ വായിച്ചതാണല്ലോ എന്നൊരു ചിന്ത പോലും ഇല്ലാത്ത രൂപത്തിൽ പുതിയ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന പ്രത്യേകമായ ആഖ്യാന രൂപമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ തക്റാറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പല രൂപത്തിൽ ഖുർആൻ ഈ രൂപം സ്വീകരിച്ചതായി കാണാം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വിവരണത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഖുർആനിൻ്റെ ഖസസിൻ്റെ വിശദീകരണം, അതേ ഖുർആനിൻ്റെ കഥ ആഖ്യാനം, ചരിത്രാഖ്യാനം മുഫസ്സലായ രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്ന രൂപത്തിലാണ്. ആ വിശദീകരണം പോലും അതിനൊരു തവസ്സുത്തിൻ്റെ സൗന്ദര്യമുണ്ട് എന്ന് കാണാൻ കഴിയും. വിശാലത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചരിത്രം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ പോയിന്റിലേക്കും ഇറങ്ങുന്ന ചരിത്രാഖ്യാനമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ചരിത്രം. പക്ഷേ അതുപോലും ഏറ്റവും സുന്ദരമായ രൂപത്തിൽ വിശദീകരിക്കുന്നു. മറ്റൊന്നാണ് ഏറ്റവും ചുരുക്കി പറയുക, വളരെ ചുരുക്കിയിട്ട്. പക്ഷേ ആ ചുരുക്കി പറഞ്ഞത് മതിയായില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു ചുരുക്കൽ. ഇഖ്തിസാർ എന്ന് പറയുന്നത് അത് അതിൻ്റെ സൗന്ദര്യത്തെ വിളിച്ചു പറയിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശാലമായൊരിടത്തും ഖുർആൻ അങ്ങനെ സംസാരിച്ചില്ല. ചില സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക മേഖലകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ പരിശുദ്ധ ഖുർആൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സംസാരിച്ചു. മാത്രമല്ല മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം, മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ മിക്കവാറും പ്രവാചകന്മാരെ വിശാലമായ വിശദീകരണമല്ല, വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വളരെ ചുരുങ്ങിയ വർത്തമാനത്തിൽ മാത്രം ഒതുങ്ങുകയും ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖലയെ ചുരുങ്ങിയ വാചകങ്ങളിൽ പരിശുദ്ധ ഖുർആൻ സുന്ദരമായി അവതരിപ്പിക്കുന്നത് കാണാം. മറ്റൊന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മുത്തവസ്സിത്തായ നിലപാടുകളിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ മിക്കവാറും മേഖലകളിലെല്ലാം ഈ സുന്ദരമായ 3 മേഖലകളും ഉപയോഗിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസതയില്ലാതെ ഓരോന്നും ആവർത്തിച്ചു വരുമ്പോൾ അതിനെ ആവർത്തന വിരസതയില്ലാതെ തന്നെ പുതിയ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകാൻ, അനുവാചകരെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കഥകൾ, ചരിത്രങ്ങൾ ആഖ്യാനിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അനുവാചകരുടെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിനെ ഒരാവർത്തി വായിക്കുന്ന ഒരാൾക്ക് വെക്കാൻ തോന്നില്ല. പരിശുദ്ധ ഖുർആനിനെ അത്ര വല്ലാതെ ഹൃദയത്തിലേക്ക് അതിറങ്ങി പോരുമെന്നതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഖസസിലെ പ്രധാനപ്പെട്ട മേഖല. ഇനി മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം. പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ പരാമർശമുണ്ട്. അവിടെ നോക്കിയാൽ കാണാം നബി തങ്ങൾ എന്ന് ജനിച്ചു, നബി തങ്ങൾക്ക് മുല കൊടുത്തതാരാണ്, നബി തങ്ങൾ എവിടെ വളർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ടായി, ഇതൊന്നും ഖുർആൻ ചർച്ച ചെയ്യുന്നില്ല. പരിശുദ്ധ ഖുർആൻ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ മാത്രം. നിങ്ങൾക്കറിയുമോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ ആ ഖസസ്, പ്രവാചകന്റെ ചരിത്രം പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എടുത്ത് പറഞ്ഞത് കാണാം. ഖുർആൻ ചോദിക്കുന്നു, അലം യജിദ്ക യതീമാ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദുഹ 2-3 ആയത്തിലൂടെ പ്രവാചക ജീവിതത്തിൻ്റെ ആ തുടക്കത്തിലെ നിർണായകമായ മേഖലയെ വിശദീകരിക്കുന്ന ഖുർആൻ. അലം യജിദ്ക യതീമൻ ഫആവാ, ഓ നബിയെ നീ അനാഥനായിരുന്നല്ലോ, നിനക്ക് നാം അഭയം നൽകിയില്ലയോ? അതെ, പ്രവാചകന്റെ അനാഥത്വത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഖുർആൻ, അതെ പ്രവാചക, ആരാരും നിന്നെ സഹായിക്കാനില്ലാതെ, മാതാവിൻ്റെ തലോടലില്ലാതെ, പിതാവിൻ്റെ വാത്സല്യമേൽക്കാതെയാണ്
ഓ നബിയെ, നിങ്ങൾ തുടങ്ങി വന്നിട്ടുള്ളത് ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. മാത്രമല്ല വവജദക ളാല്ലൻ ഫഹദാ, നിങ്ങൾക്ക് വഴിയുമായിരുന്നില്ല, മാർഗദർശനം നൽകി നബിയെ. വവജദക ആയിലൻ ഫാഗന, നിങ്ങൾ ദരിദ്രനായിരുന്നു, നിങ്ങളെ ധന്യനാക്കിയില്ലയോ നബിയെ. പ്രവാചക ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളെയും പൂർണ്ണമായും യോജിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ 3 വചനങ്ങളിൽ പ്രവാചക ചരിത്രത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആ 3 വചനങ്ങളിൽ എന്നാൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ ആഖ്യാന ശൈലിയുടെ സൗന്ദര്യവും ആ ഖുർആൻ ആഖ്യാനത്തിൽ പാലിച്ച മിതത്വവും വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആനിന്റെ ഓരോ ഇബറത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.